ഗ്രേറ്റർ ചെന്നൈ കോർപ്പറേഷൻ വിവാദങ്ങളിൽ നിറയുകയാണ്. കാരണം ലിപ്സ്റ്റിക്കാണ്. ഈ മേയറും അതുപോലെ അവിടുത്തെ ഒരു ജീവനക്കാരിയും തമ്മിൽ ഒരു തർക്കമുണ്ടായിരിക്കുന്നത് ലിപ്സ്റ്റിക്കിനെ ചൊല്ലിയാണ്. പലരും ഇത് വലിയ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കാണുന്നത്. ചെന്നൈയിലെ മേയറാണ് ആർ പ്രിയ. ആർ പ്രിയ ഉപയോഗിക്കുന്ന അതേ നിറത്തിലുള്ള ലിപ്സ്റ്റിക്ക് അവിടുത്തെ ഡെഫെഡാറും ഉപയോഗിച്ചു. അത് കോർപ്പറേഷൻ മേയറെ ചൊടിപ്പിച്ചു. എസ് ബി മാധവി എന്ന ഈ ഡെഫെഡാർ ചെന്നൈയിലെ കോർപ്പറേഷനിലെ ആദ്യത്തെ വനിതാ ഡെഫെഡാറാണ്. ഡെഫെഡാർ എന്നത് ഒരു പെർഷ്യൻ പദമാണ്. ഇംഗ്ലീഷുകാരുടെ കാലത്ത് പട്ടാളത്തിലെ സർജൻറ്റുമാരെയൊക്കെ ഈ പേരുപയോഗിച്ച് അഭിസംബോധന ചെയ്തിരുന്നു. അങ്ങനെ ഈ കൊളോണിയൽ കാലഘട്ടത്തിൻ്റെ ചില മുദ്രകൾ ഇപ്പോഴും നമ്മുടെ ഭരണ സംവിധാനങ്ങളിൽ ഉണ്ടല്ലോ. അപ്പോൾ മേയർ എന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട തസ്തികയാണ്. ഇംഗ്ലീഷ് ഭരണകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തസ്തികയായൊക്കെയാണ് മേയറെ കണക്കാക്കിയിരുന്നത്. ഇപ്പോഴും ആ തസ്തികയുടെ ഒരു മഹനീയതയ്ക്കൊട്ടും കുറവില്ല. ഒരു പ്രത്യേകതരം ഗൗണൊക്കെ ധരിച്ച് മേയർമാർ നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അതൊക്കെ അവരുടെ അധികാരത്തിൻ്റെ ഒരു മുദ്രയായാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഈ ആർ പ്രിയ എന്ന ഈ യുവ മേയർ ലിപ്സ്റ്റിക് വിഷയത്തിൽ ഇങ്ങനെ ജീവനക്കാരിയോട് ഏറ്റുമുട്ടിയത് ഏത് സാഹചര്യത്തിലാണ് എന്ന് എല്ലാവരും ആശ്ചര്യത്തോടെ നോക്കുകയാണ്. എസ് ബി മാധവി എന്ന ഈ ഡെഫെഡാർ പറയുന്നത് ഇവരോട് നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരൻ ഈ ശിവശങ്കരൻ, ഇവർക്ക് മെമ്മോ ഒക്കെ കൊടുക്കാൻ അധികാരമുള്ള ജീവനക്കാരനാണ് ഈ ശിവശങ്കരൻ. മേയറുടെ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് കൂടിയാണ്. അപ്പോൾ ശിവശങ്കരൻ അവരെ സമീപിച്ചു. ഈ മേയർ പ്രിയ ഉപയോഗിക്കുന്ന അതേ നിറത്തിലുള്ള ലിപ്സ്റ്റിക്ക് ഒഴിവാക്കണം എന്ന് ഡെഫെഡാറോട് ആവശ്യപ്പെട്ടു. അപ്പോൾ മാധവി പറയുന്നത് ഇങ്ങനെയാണ്, താൻ അതിന് തയ്യാറല്ല എന്ന് അറിയിക്കുകയും ചെയ്തു. കാരണം ഒരു ജീവനക്കാരിക്ക് ഇന്ന നിറത്തിലുള്ള ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കണം എന്ന ഒരു നിയമവും നാട്ടിൽ ഇല്ല. അതുകൊണ്ട് താൻ ഈ നിർദ്ദേശം അംഗീകരിക്കില്ല എന്ന് അവർ വ്യക്തമാക്കി. ഇതിനെ തുടർന്നാണ് തന്നെ ഒരു 15 കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഓഫീസിലേക്ക് സ്ഥലം മാറ്റിയത് എന്നാണ് അവരുടെ ഒരു ആരോപണം. പക്ഷേ മേയറുടെ ഓഫീസ് ഇതിനെ വിശദീകരിക്കുന്നത് മറ്റൊരു തരത്തിലാണ്. അത് കൃത്യവിലോപത്തിനും അച്ചടക്കരാഹിത്യത്തിനും ഒക്കെയാണ് ഈ ഡെഫെഡാർക്കെതിരെ നടപടിയെടുത്തത്. 50കാരിയാണ് ഈ ഡെഫെഡാർ, 30കാരിയാണ് ഈ മേയർ. മേയറാകട്ടെ ഈ ചെന്നൈ കോർപ്പറേഷനിലെ മൂന്നാമത്തെ വനിതാ മേയറാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മേയറാകാൻ കഴിഞ്ഞു എന്നതാണ് ആ പ്രിയയുടെ ഒരു പ്രത്യേകത. ഈ പ്രിയ എന്ന് പറയുമ്പോൾ പലർക്കും അവരുടെ ഒരു ചരിത്രം ഓർമ്മയുണ്ടാകും. പെരമ്പൂർ MLA ഒക്കെ ആയിരുന്ന നമ്മുടെ പഴയ ചെങ്കൈ ശിവം എന്നൊരു DMK നേതാവുണ്ടായിരുന്നു. ആ ചെങ്കൈ ശിവത്തിൻ്റെ കൊച്ചുമകളാണ് പ്രിയ. കോമേഴ്സിൽ പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പാസ്സായിട്ടുള്ളതാണ്. അവിടുത്തെ പരമേശ്വരി വുമൻസ് ആർട്സ് കോളേജിൽ നിന്ന് കോമേഴ്സിൽ നല്ല ഒരു മാർക്കോടുകൂടി പോസ്റ്റ് ഗ്രാജുവേഷനൊക്കെ പാസ്സായാണ് അവർ രാഷ്ട്രീയത്തിൽ കടന്നത്. വളരെ ചെറു പ്രായത്തിൽ തന്നെ മേയറാവുകയും ചെയ്തു. ചെന്നൈ മേയർ എന്ന് പറഞ്ഞാൽ വളരെയധികം അധികാര പരിധികളൊക്കെ ഉള്ള ഒരു തസ്തികയാണ്. നമ്മുടെ സ്റ്റാലിനൊക്കെ മേയറായാണ് അവിടെ കോർപ്പറേഷനിൽ തിളങ്ങിയിട്ടുള്ളത്. ആദ്യം അദ്ദേഹത്തിൻ്റെ മേയർ കാലഘട്ടം വളരെ ശ്രദ്ധേയമായിരുന്നു. അപ്പോൾ പുതിയ മേയർ വന്നു. മേയർ കഴിഞ്ഞ 2022 അധികാരം ഏൽക്കുന്നത്. തുടർന്ന് അവർ അവിടെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന നിലയിൽ ഭരണം നടത്തുമ്പോഴാണ് ലിപ്സ്റ്റിക് വിവാദം വന്നിട്ടുള്ളത്. അപ്പോൾ ഈ 50കാരി താൻ ഉപയോഗിക്കുന്ന അതേ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നു എന്ന് മേയർ പറഞ്ഞു എന്നാണ് അവിടുത്തെ ഒരു ആരോപണം. ഏതായാലും മേയർ പറയുന്നത് ഇത് ഇവർക്ക് കൃത്യനിഷ്ഠയില്ല, അച്ചടക്കമില്ല, അതോടൊപ്പം ഓഫീസ് നിയമങ്ങൾ പാലിക്കുന്നില്ല എന്നൊക്കെയാണ് അവർക്കെതിരെയുള്ള ആരോപണം. ഡെഫെഡാറിന് ഈ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു മെമ്മോ ഓഗസ്റ്റ് 6 നൽകി. തുടർന്ന് ഓഗസ്റ്റ് 7 അവരുടെ വിശദീകരണം തൃപ്തികരമല്ല എന്ന് വ്യക്തമാക്കി അവർക്കെതിരെ നടപടി എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഡെഫെഡാറും മാധ്യമങ്ങളോട് തനിക്ക് നേരിട്ട ഈ അനീതിയെക്കുറിച്ച് തുറന്നു പറയാൻ തയ്യാറായി. താൻ ലിപ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായാണ് തനിക്ക് നടപടി നേരിട്ടത് എന്നവർ വിളിച്ചു പറഞ്ഞു.
ഇതിൽ പ്രശ്നം കുറേ ഡാർക്ക് കളർ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നു എന്നതാണ് തർക്കത്തിന് ഇടയാക്കിയത് എന്നാണ് അവർ പറയുന്നത്. താരതമ്യേന ഒരു ലൈറ്റ് കളർ ഉപയോഗിക്കണം എന്നാണ് പ്രധാനമായും മേയർ ഈ ഡെഫെഡാറോട് ആവശ്യപ്പെട്ടത്. പക്ഷേ മാധ്യമപ്രവർത്തകർ പലരും ഈ മേയറെ സമീപിച്ചു. ഇങ്ങനെ ലൈറ്റ് കളർ ഉപയോഗിക്കണം എന്ന് നിങ്ങൾ ഈ ഡെഫെഡാറോട് ആവശ്യപ്പെട്ടോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ അവരതിന് പറഞ്ഞിട്ടുള്ളൊരു മറുപടി, ഈ തൻ്റെ ഓഫീസ് എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസാണ്. എംബസിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ അവിടേക്ക് വരും, മന്ത്രിമാരുമായി ബന്ധപ്പെട്ട ആളുകൾ വരും. ചിലപ്പോൾ മന്ത്രിമാർ തന്നെ ഈ റിപ്പൺ ബിൽഡിംഗാണ് അവിടുത്തെ കോർപ്പറേഷൻ്റെ ആസ്ഥാനം, റിപ്പൺ ബിൽഡിങ്ങിലേക്ക് വരും. അപ്പോൾ അവിടുത്തെ ജീവനക്കാർ വളരെ മാന്യമായി വസ്ത്രം ധരിക്കുകയും നല്ല പെരുമാറ്റം കാഴ്ചവെക്കുകയും ചെയ്യണം എന്നതൊക്കെ നിയമാവലിയുടെ ഭാഗമാണ്. താൻ അത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് മേയർ പറയുകയും ചെയ്യുന്നു. ഏതായാലും ഈ ലിപ്സ്റ്റിക്ക് ഒരു വിവാദമായിരുന്നില്ല എന്നാണ് മേയറുടെ നിലപാട്. പക്ഷേ ഈ ഡെഫെഡാർ വളരെ അടിവരയിട്ട് പറയുന്നു തൻ്റെ ലിപ്സ്റ്റിക്കാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം എന്ന്. അപ്പോൾ സ്ത്രീകൾ ഇപ്പോൾ നമ്മളുടെ സമൂഹത്തിലെ പല ഉന്നത പദവികളിലും വലിയ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രപതി തന്നെ ഒരു വനിതയാണ്, നമ്മളൊക്കെ അതിൽ അഭിമാനിക്കുകയും ചെയ്യുക. പല മേയർമാരും ഇപ്പോൾ വനിതകളായി ആയവർ രംഗത്ത് വരുന്നുണ്ട്. നമ്മുടെ രാഷ്ട്രപതി തന്നെ ഒരു വനിതയാണ്, നമ്മളതിൽ അഭിമാനിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പല പ്രധാന നഗരങ്ങളിലും മേയർമാർ വനിതകളാണ്. അതിൽ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പലരും വളരെ ചെറുപ്രായത്തിൽ തന്നെ ഇത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ സധൈര്യം മുന്നോട്ട് വരുന്നു. പാർട്ടികൾ അവരെ ആ ചുമതലകൾ ഏൽപ്പിക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ ഒരു പരിചയക്കുറവിൻ്റെ ലക്ഷണങ്ങൾ അവരിൽ കാണുന്നത് സ്വാഭാവികമാണ്. അത് കുറച്ചൊക്കെ കണ്ണടയ്ക്കാവുന്നതേ ഉള്ളൂ. സാധാരണഗതിയിൽ ഈ വളരെ ചെറുപ്പമായ ഒരു യുവതി മേയറായി ചാർജ് എടുക്കുമ്പോൾ അവർക്ക് ഒട്ടനവധി പുതിയ കാഴ്ചപ്പാടുകൾ ഉണ്ടാകും. അതൊക്കെ ജനജീവിതത്തെ ഗുണകരമായി മാറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. ഇപ്പോൾ തിരുവനന്തപുരത്തും വളരെ ചെറുപ്പക്കാരിയായ ഒരു യുവതിയാണ് മേയർ സ്ഥാനം അലങ്കരിക്കുന്നത്. അപ്പോൾ അവർ മേയറായതിനെ തുടർന്ന് പുതിയ യുവ ആളുകളുടെ കാഴ്ചപ്പാടുകൾ മേയർക്കുണ്ടാകുന്നു. അപ്പോൾ നഗരത്തിൽ ആ നിലയ്ക്കുള്ള മാറ്റമുണ്ടാകും എന്നാണ് വോട്ടർമാർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇവിടെയും ആ തലത്തിലൊക്കെ വിവാദങ്ങൾ ഉണ്ടായി. ഒരു KSRTC ഡ്രൈവറുമായി മേയർ തർക്കത്തിലാവുകയും ഈ KSRTC ബസ്സിന് മേയറുടെ വണ്ടി മുന്നിൽ കൊണ്ടുപോയിട്ട് വഴി തടയുകയും ചെയ്തു എന്നൊക്കെ ആരോപണമുണ്ടായിരുന്നു. അതേസമയം ഈ ഡ്രൈവറുടെ ഭാഗത്തു നിന്നൊരു ചില മോശം പെരുമാറ്റമുണ്ടായി എന്ന ആരോപണം മേയറും ഉന്നയിച്ചു. അങ്ങനെ ഈ തിരുവനന്തപുരത്ത് ആര്യ രാജേന്ദ്രനും ഈ ഡ്രൈവർ KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള ഒരു തർക്കം വലിയ വിവാദമായി മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിന്നിരിക്കുകയാണ്. അങ്ങനെ ഈ തിരുവനന്തപുരത്തെ മേയർ ആര്യ രാജേന്ദ്രനും KSRTC ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കം മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ആളുകൾ പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം മേയർമാർ പലപ്പോഴും വിവാദങ്ങളിൽ കുടുങ്ങുന്ന ഒരു രീതി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ സ്ത്രീകൾ മേയർമാരായി വരുമ്പോൾ ചില പ്രത്യേകതരം വിവാദങ്ങളൊക്കെ പലപ്പോഴും തലപൊക്കാറുണ്ട്. പണ്ട് കൊച്ചിയുടെ മേയറായിരുന്നു മെഴ്സി വില്യംസ്. അവരൊരു അധ്യാപികയായിരുന്നു, വളരെ കാര്യപ്രാപ്തിയൊക്കെയുള്ള ഒരു മേയറായിരുന്നു. പക്ഷേ അവർ പരിപാടികളിൽ സ്ഥിരമായി വൈകിയെത്തുന്നു എന്ന ഒരു പരാതി പല കോണുകളിൽ നിന്നും ഉയരുകയും അന്ന് ഇന്ത്യൻ എക്സ്പ്രസ് ദിനപത്രം കൊച്ചീസ് മിസ് ലേറ്റ് എന്ന് മേയറെ അഭിസംബോധന ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ കൊച്ചീസ് മിസ് ലേറ്റ് എന്ന ഈ വാർത്ത വന്നതോടുകൂടി അത് മേയറെ ചൊടിപ്പിച്ചു. കാരണം ഒട്ടനവധി ഉത്തരവാദിത്തങ്ങൾക്ക് നടുവിൽ നിന്നാണ് മേയർ പലപ്പോഴും പല പരിപാടികളിലേക്കും ഓടിയെത്തുന്നത്. പല പരിപാടികളുടെയും അധ്യക്ഷസ്ഥാനം മേയർക്കായിരിക്കും. അപ്പോൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് അവർ വൈകാനൊക്കെയുള്ള സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ മിസ് ലേറ്റ് എന്ന അഭിസംബോധന ചെയ്ത് ഒരു വാർത്ത നൽകിയത് ശരിയായില്ല എന്ന് പണ്ടൊരിക്കൽ ഈ മേയർ മെഴ്സി വില്യംസ് പറഞ്ഞത് ഓർത്തു പോവുകയാണ്. അപ്പോൾ സ്ത്രീകൾ ഒട്ടനവധി അവരുടേതായ പുതിയ തലങ്ങളിലേക്ക് വരുമ്പോൾ വ്യത്യസ്തങ്ങളായ വിവാദങ്ങൾ ഉടലെടുക്കുന്നത് വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, സ്ത്രീകൾ ഇങ്ങനെ പ്രധാനപ്പെട്ട തസ്തികകൾ ഏറ്റെടുക്കുമ്പോൾ സാധാരണ ഉണ്ടാകുന്ന വിവാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ചില വിവാദങ്ങൾ ഇപ്പോൾ കാണുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. ചിലപ്പോഴൊക്കെ അത് പരിചയക്കുറവ് കൊണ്ടായിരിക്കാം. കാരണം പലപ്പോഴും വളരെ ചെറുപ്രായത്തിൽ ഇവർക്ക് ഇങ്ങനെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അതൊരു വെല്ലുവിളിയായി പലരും ഏറ്റെടുക്കുന്നു, മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നു എന്നതൊക്കെ നമ്മൾ അംഗീകരിച്ച് മതിയാവും. ചെങ്കൈ ശിവം എന്ന ഈ DMK നേതാവിൻ്റെ പേരക്കുട്ടിയെ ഇത്തരത്തിലൊരു ദൗത്യം ഏൽപ്പിക്കുമ്പോൾ
ചെന്നൈ നഗരവാസികൾ വലിയ പ്രതീക്ഷയോടുകൂടിയായിരിക്കണം അവർക്ക് ഈ മേയർ സ്ഥാനം നൽകിയിട്ടുണ്ടാവുക. കാരണം ഒരു യുവതലമുറയിലെ ഒരു മേയർ വരുമ്പോൾ പുതിയ തലമുറയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ അവർ അക്ഷീണം പ്രവർത്തിക്കും എന്നൊക്കെയായിരിക്കും അവർ പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക. അപ്പോൾ പുതിയ കാഴ്ചപ്പാടുകൾ, പുതിയ കാലത്തിന് ഇണങ്ങുന്ന ആശയങ്ങൾ ഒക്കെ അവർ മുന്നോട്ട് വയ്ക്കും എന്നാണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. മലയാളികളും അങ്ങനെയാണ്. മലയാളികൾ മാത്രമല്ല, മറ്റു പലയിടങ്ങളിലും അങ്ങനെയാണ്. യുവതലമുറയിൽ നിന്നുള്ള ആളുകൾ വരുമ്പോൾ, പ്രത്യേകിച്ച് യുവതികൾ വരുമ്പോൾ, ഇപ്പോൾ പുതിയ തലമുറയിലെ സ്ത്രീകളുടെ പ്രശ്നമൊക്കെ അവർ കൂടുതൽ ഉൾക്കൊള്ളും. അതുപോലെ പുതിയ തലമുറയുടെ ആശയങ്ങളൊക്കെ അവരിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും എന്നൊക്കെയുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് പുതിയ തലമുറ പുതിയ ഒരു ഭരണ സംവിധാനത്തെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ യുവതികൾ അല്ലെങ്കിൽ യുവാക്കളായി വരുന്നവർ അവർ കുറെ കൂടി ഗൗരവത്തോടുകൂടി അവരുടെ സ്ഥാനത്തെ കാണേണ്ടിയിരിക്കും. ലിപ്സ്റ്റിക് വിവാദം പോലുള്ള ചെറുകിട വിവാദങ്ങൾ ഒഴിവാക്കാൻ യുവതികളായ മേയർമാർ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്.